2020 ലോകകപ്പിൽ ഇന്ത്യ ജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ അമേരിക്കയെ 21 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. രണ്ടാം മത്സരത്തിൽ നമീബിയയാണ് എതിരാളികൾ. 12-നാണ് ഈ മത്സരം നടക്കുന്നത്. കുഞ്ഞന്മാരായ നമീബിക്കെതിരെ വമ്പൻ ജയമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അമേരിക്കക്കെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര നന്നായി പ്രയാസപ്പെടുന്നതിനാൽ അടുത്ത മത്സരത്തിൽ തിരിച്ചുവരവ് നടത്തേണ്ടതുണ്ട്. ഇന്ത്യ നമീബിക്കെതിരെ കളിക്കാറങ്ങുമ്പോൾ പ്ലേയിങ് ലെവലിൽ മാറ്റമുണ്ടാകുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സഞ്ജു സാംസണെ കളിപ്പിക്കുമെന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയുടെ T20 ലോകകപ്പ് സ്ക്വാഡിലെ പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായാണ് സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തിയത്. എന്നാൽ ന്യൂസിലൻഡ് പരമ്പരയിലെ മോശം ഫോം വേട്ടയാടിയതോടെ സഞ്ജു ബെഞ്ചിലേക്ക് ഒതുക്കപ്പെട്ടു. 2020 ടീമിന്റെ വിക്കറ്റ് കീപ്പർ റോളിലേക്കും ഓപ്പണർ റോളിലേക്കും ഇഷാൻ കിഷൻ എത്തുകയും ചെയ്തു. ലോകകപ്പിൽ എല്ലാ മത്സരത്തിലും സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. എന്നാൽ നമീബിയക്കെതിരെ മത്സരത്തിൽ സഞ്ജു വീണ്ടും ഓപ്പണർ റോളിലേക്ക് എത്തുമെന്ന നിർണായക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറായ അഭിഷേക് ശർമ്മയ്ക്ക് വിശ്രമം അനുവദിച്ചിരിക്കുമെന്നാണ് വിവരം. അഭിഷേകിന് നിലവിൽ പനിയാണെന്നാണ് ടീം വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഭിഷേകിന് നമീബിയക്കെതിരെ മത്സരത്തിൽ വിശ്രമം നൽകാനാണ് സാധ്യത. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം 15-ന് നടക്കാനുള്ളത് കൂടി കണക്കിലെടുത്താകും ഈ വിശ്രമം. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളിച്ചേക്കുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ. അങ്ങനെ വരുമ്പോൾ അഭിഷേകിനെ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അഭിഷേകിന് വിശ്രമം നൽകാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറായേക്കും. ഇതോടെ ഇഷാൻ കിഷനൊപ്പം സഞ്ജു സാംസൺ ഓപ്പണറായി ഇറങ്ങിയേക്കും. അമേരിക്കക്കെതിരെ അഭിഷേകിന് തിളങ്ങാനായിരുന്നില്ല. നേരിട്ട ആദ്യ പന്തിൽ തന്നെ അഭിഷേക് പുറത്തായിരുന്നു. ഇതിന്റെ ക്ഷീണത്തിന് പിന്നാലെയാണ് താരത്തിന് പനിയും ബാധിച്ചിരിക്കുന്നത്. അമേരിക്കക്കെതിരെ പനിയെ തുടർന്ന് ജസ്പ്രീത് ബൂംറയും കളിച്ചിരുന്നില്ല. പകരം മുഹമ്മദ് സിറാജ് പ്ലേയിങ് ലെവലിലേക്ക് എത്തുകയും ചെയ്തു. നമീബിയക്കെതിരെ ബൂംറ കളിക്കുമെന്നാണ് നിലവിലെ വിവരം. ഇതോടെ സിറാജിന് പുറത്തിരിക്കേണ്ടി വരും. ഇടങ്കയൻ പേസറായ അർഷദീപ് സിംഗിനെ ഇന്ത്യ പ്ലേയിങ് ലെവലിൽ നിലനിർത്തുകയും ചെയ്യും. സഞ്ജുവിന് നമീബിയക്കെതിരെ മത്സരത്തിൽ അവസരം ലഭിച്ചാൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടതുണ്ട്. ലോകകപ്പിൽ തുടരവസരങ്ങൾ ലഭിക്കാനും അന്താരാഷ്ട്ര കരിയർ അവസാനിച്ചിടത്ത് തെളിയിക്കാനും നമീബിയക്കെതിരെ ലഭിക്കുന്ന അവസരം പരമാവധി മുതലാക്കാൻ സഞ്ജുവിന് കഴിയണം. സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മുതൽ ആരാധകർ ആവേശത്തിലാണ്. അമേരിക്കക്കെതിരായ മത്സരത്തിനു മുമ്പ് സഞ്ജുവിന് നെറ്റ്സിൽ പരിശീലനം നടത്താൻ പരിശീലകനായ ഗൗതം ഗംഭീർ അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ നമീബിയക്കെതിരെ മത്സരത്തിനു മുമ്പ് സഞ്ജുവിന് നെറ്റ്സ് പരിശീലനത്തിലടക്കം അവസരം ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. സഞ്ജു വലിയ സമ്മർദ്ദത്തിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിൽ ഇത് പ്രകടമായിരുന്നു. മികച്ച ഫുട്വർക്ക് നടത്താനോ അതിവേഗം റൺസ് ഉയർത്താനോ ആത്മവിശ്വാസത്തോടെ ഷോട്ട് കളിക്കാനോ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവ് നടത്തിയാലും എത്രത്തോളം മികവ് കാട്ടാനാകുമെന്നാണ് കണ്ടറിയേണ്ടത്. സഞ്ജുവിനെ സംബന്ധിച്ച് നമീബിയക്കെതിരെ ഇത്തരത്തിലൊരു അവസരം ലഭിച്ചാൽ അത് കരിയർ കൈവിട്ടു പോകാതിരിക്കാൻ ലഭിക്കുന്ന കച്ചിത്തുരമാണ്. അതിൽ പിടിച്ചു കയറാൻ സഞ്ജുവിന് സാധിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു പുറത്താക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. സഞ്ജുവിന് ഇനിയൊരു അവസരം ലഭിക്കില്ലെന്നും T20 ലോകകപ്പോടെ കരിയർ തീർന്നുമെല്ലാം വിമർശകർ പറയുന്നു. വൈഭവ് സൂര്യവംശി കൂടി ഇന്ത്യൻ ടീമിൽ എത്താനിരിക്കെ സഞ്ജുവിന് ഇനി ഭാവിയില്ലെന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ലോകകപ്പിന് ശേഷം IPL നടക്കാനുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം ഉപേക്ഷിച്ച സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പമാണ്. ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം CSKയുടെ ഓപ്പണറായും വൈസ് ക്യാപ്റ്റനായും സഞ്ജു സാംസൺ എത്തിയേക്കും. IPL-ലൂടെ മിന്നിച്ചാൽ സഞ്ജുവിന് ദേശീയ ടീമിൽ വീണ്ടും സീറ്റ് നിർത്താൻ സാധിക്കും. ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്താൽ മാത്രമേ ഇന്ത്യൻ ടീമിലെ സീറ്റ് നിലനിർത്താൻ കഴിയൂ. IPL-ൽ നിരാശപ്പെടുത്തിയാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് സഞ്ജുവിന് പ്രയാസമാവും. അതുകൊണ്ട് തന്നെ T20 ലോകകപ്പിൽ ബെഞ്ചിലിരിക്കേണ്ടി വന്നാലും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരാനുള്ള അവസരം സഞ്ജുവിന് മുന്നിലുണ്ടെന്ന് പറയാം. T20 ലോകകപ്പിന് ശേഷം ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത്, ജിതേഷ് ശർമ്മ എന്നിവരെല്ലാം ഇന്ത്യയുടെ T20 വിക്കറ്റ് ടീമിന്റെ കീപ്പർ സ്ഥാനം നോട്ടമിടും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.